ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ്, അവരുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്, ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവര് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു സ്ഥാനം, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം അവർ നിങ്ങൾക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നൽകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു ഫീലിംഗ് ആയിട്ട് കാണുന്നത്. ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റീസ് അവരുടെ ലൈഫിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ തന്നെ ആ ഒരു ബലം കുറഞ്ഞു പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ ഒരു പ്രോസ്പെറിറ്റി ലൈഫിൽ തന്നെ ഉണ്ടാവുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു എന്താണ് ആ റീയൂണിയൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. യെസ്, അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് യെസ്, അവർ വിശ്വസിക്കുകയാണ് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി എന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏത് രീതിയിലും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഒരു വീക്ക്നെസ് അവർക്കുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഒരുപാട് പെയിൻ അവർ കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത്, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യം കാണുന്നുണ്ട്. പക്ഷെ അവർക്കറിയാം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അവർ സന്തോഷിച്ചിട്ടുള്ള മൊമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന ആ ദിവസങ്ങളാണ്. അതുകൊണ്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. നിങ്ങളോടുള്ളൊരു അമിതമായിട്ടുള്ളൊരു പാഷൻ അവരുടെ മനസ്സിൽ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ അവർ ഇതുവരെയും മറ്റൊരു വ്യക്തിയാലെയും ഇത്രയധികം സന്തോഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരിക്കലും നിങ്ങളിൽ നിന്നുള്ള ആ ഒരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഈ ഒരു ഡിസ്റ്റൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് ഒരുപാട് സങ്കടത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ ഒരു നിരാശയിൽ അവരിപ്പോൾ ഒരുപാട് എന്താണ് ഇരുട്ടിലായി പോയതുപോലുള്ളൊരു ഫീലിംഗ് അവർക്കുണ്ട്. മാനസികമായിട്ടും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ് ഈ ഒരു സമയത്ത് എന്ത് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല. മേ ബി അവർ വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ടാവാം. പക്ഷെ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് നിങ്ങളോട് അവർ എത്രമാത്രം സിൻസിയർ ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളോടുള്ള സ്നേഹം അവർ എത്രമാത്രം ആഴത്തിൽ കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. നിങ്ങളോട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവര് നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അത്രയധികം അവര് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിരുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു കാര്യമാണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത്. ഓക്കെ, പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ്. തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കംപ്ലീഷൻ ഇല്ല എന്ന് ഉള്ളൊരു അവയർനെസ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ഈ ഒരു ഫീലിങ്സ് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് ഒരുപാട് തവണ അവർ സങ്കല്പിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ അവർ എടുക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ മേ ബി അവർ എടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ആൻഡ് യെസ്, ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാതിരുന്ന ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത്. മേ ബി അതൊരു യൂണിവേഴ്സൽ സപ്പോർട്ട് ആയിരിക്കാം. ഡെഫിനറ്റ്ലി അതൊരു യൂണിവേഴ്സൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിന്റെ ഇന്റൻസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ,
യൂണിവേഴ്സായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ആ ഒരു എനർജി ഫ്ലോ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് ആണ് ഈ റിലേഷൻഷിപ്പിലെ ആ വ്യക്തി, ആ ഒരു ആക്ഷൻ ആയിരിക്കാം, ആ വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് തിരികെ വരുന്നതായിരിക്കാം. അതിന് വേണ്ടിയിട്ടൊരു അവയർനെസ് ആണ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. തീർച്ചയായിട്ടും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ആ ഒരു പോസിറ്റീവ് മൂമെന്റ് ആയിരിക്കണം നമുക്ക് നേരത്തെ റീഡിങ്ങിൽ ലഭിച്ചിട്ടുള്ളത്. ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി, ഈ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അർഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. ഇത്രയും നാളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാതിരുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് വളരെ അധികമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെയും ലഭിച്ചിട്ടുള്ള ആ ഒരു റീഡിങ്ങിൽ കിട്ടിയ മെസ്സേജ്. അതുപോലെ തന്നെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു എനർജി നൽകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിന്റെ എല്ലാ വിധത്തിലുള്ള ആ ഒരു സപ്പോർട്ടിങ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് നിങ്ങൾ ആ ഒരു അഫർമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒത്തിരി പേരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ എല്ലാം ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വേഗം നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? ക്യാൻ യു ഗിവ് മീ എ സെക്കൻഡ് ചാൻസ്? ഓക്കെ, അവർക്ക് ഒരു അവസരം കൂടി നിങ്ങൾ നൽകുമോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആൻഡ് മൈ സീക്രട്ട് ലവ് ഫോർ യു. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ സ്നേഹം നിങ്ങൾക്ക് നൽകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത്രമാത്രം സീക്രട്ട് ആയിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള സ്നേഹം വളരെ വളരെ വലുതാണ് എന്ന് തന്നെയാണ്. അത്രയധികം സീക്രട്ട് ആയിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു. ഐ മിസ് യു ഡിയർ. ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണ് അവർ ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അത്രമാത്രം ആഴമേറിയതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹം എന്നുള്ളത്. അത്രമാത്രം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ. ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ, അവരിപ്പോൾ ഒരുപാട് ഹെൽപ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. ഇപ്പോൾ ഒരുപാട് ഗിൽറ്റ് ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. അവർ ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് ഗിൽറ്റ് ഫീൽ ഉണ്ട്. ആൻഡ് ഐ ലവ് യു, ഐ കാൺട്ട് മൂവ് ഓൺ. ഒരിക്കലും നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് കഴിയില്ല. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐ നോ ഐ ഹേർട്ട് യു. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. എത്രമാത്രം നിങ്ങളെ അവർ വേദനിപ്പിച്ചു എന്നുള്ള കാര്യം, ഈ ഒരു സെപ്പറേഷൻ തന്നെ ആയിരിക്കും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ,